നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ, ട്രെൻഡ് അറിഞ്ഞ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് കുസാറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ HOD ആയ സജു സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സജു സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, സാർ ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടി വരുന്നത് ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആദ്യം തന്നെ ഇതൊരു കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. പണ്ട് നമുക്ക് 3 എഞ്ചിനീയറിംഗ് ആണ് കോർ എഞ്ചിനീയറിംഗ് ആയിട്ടുണ്ടായിരുന്നത്: മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള ബേസിക്കലി ഇലക്ട്രിക്കലാണ് കുറേ സ്പ്ലിറ്റായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനത്തെ എഞ്ചിനീയറിംഗ് ആയിട്ട് വന്നത്. മെക്കാനിക്കലിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ ടെക്നോളജി അങ്ങനത്തെ എഞ്ചിനീയറിംഗ് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്കുണ്ടായിരുന്നത് 2 എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മിലിറ്ററി എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മറ്റേത് മിലിറ്ററി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടൊരു 2 ആണ്. അപ്പോൾ എല്ലാവരും പറയും ആദ്യത്തെ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അങ്ങനെയല്ല, സിവിൽ ആൻഡ് മിലിറ്ററി ആയിരുന്നു. അപ്പോൾ ഈ കോർ എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ സൈഡിൽ അപ്പോൾ നമ്മൾ പൊതുവേ ഉള്ളൊരു ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് മെക്കാനിക്കലായിട്ടുള്ള വർക്ക് മാത്രം ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണെന്ന് തോന്നി. പക്ഷേ മെക്കാനിക്കലിൽ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഉള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റോബോട്ടിക്സ്. അതായത് ആദ്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ ഈ അടുത്ത് വന്ന ടേംസാണ്. ഇതെല്ലാം പണ്ട് മുതലേ അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. റോബോട്ടിക്സ് അതിൻ്റെ ഒരു വലിയൊരു ഭാഗമായിരുന്നു. പിന്നെ തെർമൽ സൈഡ്, തെർമൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. അതുപോലെ മാനുഫാക്ചറിങ് എല്ലാവർക്കും അറിയുന്ന പോലെ. അപ്പോൾ അതിൽ തന്നെ മാനുഫാക്ചറിങ് പല സെക്ടേഴ്സ് ഉണ്ട്. ഓട്ടോമൊബൈൽ സെക്ടർ ആയിരിക്കും, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്, ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടൊരു കോർ ബ്രാഞ്ചാണ്. അതിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയില്ലെന്നില്ല. അതിൽ കമ്പ്യൂട്ടറും എല്ലാ കാര്യങ്ങളും അതിൽ ഇടപെടുന്ന. ഇപ്പോൾ TCSലൊക്കെ സെലക്ഷൻ വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന എയറോസ്പേസ്, അതുപോലെ ഹൈഡ്രജൻ ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇങ്ങനത്തെയൊക്കെ പുതിയ ബ്രാഞ്ചസ് വന്നത്. ഇതെല്ലാത്തിൻ്റെ ബേസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കുട്ടികൾ പൊതുവേ ഈ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലും കൂടെ ആയിപ്പോവും, വേറെ ഒന്നും ഞങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ല, ഒരു കോർ എഞ്ചിനീയറിംഗിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ സീതാറാം സാറ് AICTയിലെ ചെയർമാൻ പറഞ്ഞത്, വിത്തൗട്ട് കോർ എഞ്ചിനീയറിംഗ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഇന്ത്യ ടു സക്സീഡ് എന്നുള്ളതാണ് പറഞ്ഞത്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് കോറല്ലാത്ത ബ്രാഞ്ചസ് വേണ്ടെന്നല്ല, ബട്ട് കോർ ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതാണ്. സാർ ഒരു US ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പ് ഹോൾഡർ എന്നുള്ള കേട്ടിട്ടുണ്ട്. സാർ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. US Fulbright fellowship is just out of the box experience. So ഞാൻ അന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് അക്കാഡമിക് അഡ്മിഷൻസിന് ഡയറക്ടറായിരുന്നു CUSATൽ. I went as the International Education Administrators Fellow എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം which is intended for top administrators and the vice chancellors of various. ഞങ്ങളൊരു 12 പേരുടെ ടീമായിരുന്നു from various. So we went to around 16 universities to study about the various systems in the US education. Along with that, how we can imbibe that സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ കൊണ്ടുവരാം, അത് പറ്റുമോ ഇല്ല, അതിനെക്കുറിച്ചുള്ള പല ഡെലിബറേഷൻസ് വി വെൻറ്റ് ടു അറൗണ്ട് 16 യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ US ഡെലിഗേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, US Fulbright ഡെലിഗേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫുള്ളി സ്പോൺസേർഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, നെഹ്റു ഫുൾബ്രൈറ്റ് പ്രോഗ്രാം. സ്റ്റുഡൻസിനും എക്സിസ്റ്റിംഗ് ടീച്ചേഴ്സിനും റിസർച്ചേഴ്സിനും ഫുൾബ്രൈറ്റിൻ്റെ വേരിയസ് പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. സ്റ്റുഡൻസിന് അല്ലാതെ തന്നെ ഫുൾബ്രൈറ്റ് ഫെലോ ആയിട്ട് ഒരു പ്രോഗ്രാമിന് പോവാം. അപ്പോൾ അത് USIFൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ സീ ദാറ്റ്. ഈ ഫുൾബ്രൈറ്റ് ഫെലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ J1 ക്ലാസ് വിസയിലാണ് പോകുന്നത്. യു സി ദ ഇൻ്റർവ്യൂ ഒരു 22 പേരെ പാനലാണ്. സോ ദ ഇൻ്റർവ്യൂ മേക്സ് യു totally competent enough to take that program. ആ ഇൻ്റർവ്യൂ തന്നെ അതിനൊരു എന്താ പറയുക, ഏറ്റവും വലിയ ഇറ്റ് ഈസ് എ ബിഗ് ചലഞ്ച്. ബട്ട് വൺസ് യു പാസ് ത്രൂ ദാറ്റ് ഇൻ്റർവ്യൂ യു ഫീൽ ദാറ്റ് യു അച്ചീവ് സംതിങ് ആൻഡ് ഇറ്റ്സ് എ experience that I request all students, not only for USIF, whatever scholarship is available,
ഇപ്പോൾ ജർമ്മൻ ഹുംബോൾട്ട്സ് ഫെലോ ഉണ്ട്, പല സ്കോളർഷിപ്സ് ഉണ്ട്. ഏതിന് വേണമെങ്കിലും അവർ അപ്ലൈ ചെയ്ത് പോകാൻ അത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. പ്രോബ്ലി ബിക്കോസ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. പലവർക്കും അറിയണ്ടാവില്ല. പക്ഷേ എപ്പോഴും ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട്. ഇതെല്ലാം പലപ്പോഴും അഡ്വർട്ടൈസ് ചെയ്യും. യൂണിവേഴ്സിറ്റിയും പല മെയിൽസ് വഴി എല്ലാ സ്റ്റുഡൻസിനെ അറിയിക്കുന്നുണ്ട്. അതിന് ടേക്കേഴ്സ് വളരെ കുറവാണ്. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ കിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, യു ഹാവ് ടു അപ്ലൈ. ഡ്യൂറേഷൻ എത്ര വർഷമാണ് വരുന്നത് ഈ ഒരു? അല്ല, മൈ പ്രോഗ്രാം ഈസ് ഓൺലി ഫോർ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. നോർമൽ ദിസ് ഇസ് എൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രോഗ്രാം. ഇറ്റ്സ് മറ്റേ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗോ ഫോർ ഞാൻ 2019 Fulbright fellow ആണ്. യു ക്യാൻ ഗോ ഫോർ 2 years. You can go for, there is something known as faculty scholar exchange program. ഒരു 6 months പോവാം. റെഗുലർ പ്രോഗ്രാം MS പോവാം. ദാറ്റ് ഈസ് നോർമൽ 2 years പോവാം. പിന്നെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോവാം. All those programs are available. All of this you can go. But only thing is, when you go for the graduate program, then you should go through certain norms. ഇപ്പോൾ അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം, IELTS വേണം, GRE if it's a engineering program, അതൊക്കെ വേണ്ടി വരും. സാർ, ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി വിദ്യാർത്ഥികൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇന്ന് ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഉണ്ട്, അതേസമയം ഓട്ടോമൊബൈൽ ഉണ്ട്, അതേസമയം എയ്റോസ്പേസ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. ഡിഗ്രി ലെവലിൽ ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതാണോ, അതോ ഡിഗ്രി ഒരു മെക്കാനിക്കലി ചെയ്തതിന് ശേഷം അതിനൊരു PG ലെവൽ എയ്റോസ്പേസോ അല്ലെങ്കിൽ റോബോട്ടിക്സോ അങ്ങനെ പോകുന്നു? ഇതിലേതാണ് ഒരു ബെറ്റർ ഒരു നല്ല സജഷൻ സാർ തോന്നുന്നത്? അതൊരു വളരെ പ്രസക്തമായൊരു ക്വസ്റ്റ്യനാണ്. അത് ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ആൻസർ പറയാം. മെക്കാനിക്കലിൻ്റെ ആൻസറിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ, ഏത് സ്പെഷ്യലൈസേഷൻ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിക്കണം. അപ്പോൾ ഡിഗ്രി ലെവലിൽ ഒരിക്കലും സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കരുത്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് വന്നത് ആദ്യമായിട്ട് നമുക്ക് വന്നത് BCA BBA എന്നുള്ള പ്രോഗ്രാംസിലാണ് വന്നത്. നേരത്തെ MBA എനിബഡി കൂടെ ടേക്കൺ MBA, എനിബഡി ക്യാൻ ടേക്ക് MCA. പക്ഷേ BCA എന്ന് MCAയിലേക്ക് പോവുക, BBA എന്ന് MBAയിലേക്ക് പോകുക എന്നുള്ള പുതിയ ട്രെൻഡ് വന്ന് ഞാൻ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാറുള്ളത് ഞാൻ പറയാറുണ്ട്, ഡിഗ്രി ലെവലിൽ പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്പെഷ്യലൈസ് ബിക്കോസ് യു മൈറ്റ് മിസ് സംതിങ്. മനസ്സിലായില്ലേ? നമ്മൾ വൈഡായിട്ട് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെ ഏത് എഞ്ചിനീയറിംഗ് ആയാലും ഡിഗ്രി ലെവലിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻറ്റൽസ് പഠിക്കുന്നുണ്ട്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ കുറേ ഫണ്ടമെൻറ്റൽസ് ചിലപ്പോൾ ഉണ്ടാവില്ല, ആ സ്പെഷ്യലൈസ്ഡ് പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ പഠിക്കുകയാണ്, ചിലപ്പോൾ മേ ബി അതിൻ്റെ കുറേ ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് തെർമൽ ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് ദം ഹാവ് എ ഫണ്ടമെൻ്റൽ അബൌട്ട് ഓൾ ദീസ് സബ്ജക്ട്സ്, പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ യുവർ ഫണ്ടമെൻ്റൽസ് വിൽ ബി സ്ട്രോങ്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. സാറേ, ഇന്നത്തെ സ്റ്റുഡൻസ് എപ്പോഴും ചിന്തിക്കുന്നത് ഏതൊരു കോഴ്സ്, ഏത് BTech അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുത്താലും പ്ലേസ്മെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇതാണ് അവരുടെ കൺസേൺ. ഒരു പക്ഷേ ഇത് മാത്രമായി ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ റേഞ്ചിൽ, ഏതൊക്കെ സിറ്റുവേഷൻസിൽ ജോലി കിട്ടാനാണ് സാധ്യത? അവരുടെ ഒരു കരിയർ ഗ്രോത്തിൻ്റെ പാറ്റേണും എങ്ങനെയായിരിക്കും? ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്ലേസ്മെൻറ്റും ഇത് മാത്രമല്ല, ഹയർ സ്റ്റഡീസും കൂടി അവരൊരു ഓപ്ഷനാണ്. 3 കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഹയർ സ്റ്റഡീസും അവർക്കൊരു വലിയൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. BTech മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടികൾ നോർമലി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, പണ്ടൊരു വ്യത്യാസം നമ്മുടെ തന്നെ കുടുംബങ്ങളിലുണ്ടായിരുന്ന വ്യത്യാസമാണ്. അതായത് ഇനീഷ്യലി ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ വലിയൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ എല്ലാവരും BTechൽ തന്നെ, അന്നും ഡിമാൻഡും ഉണ്ട്. ഇപ്പോൾ BTech കഴിയുമ്പോൾ തന്നെ ജോലിക്ക് പോകാനുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇപ്പോൾ അവർ നോക്കുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നൊരു ട്രെൻഡാണ് ഇപ്പോൾ. ബിക്കോസ് പേരൻസ് വിൽ ബി വെൽത്തി ഇനഫ് ടു സപ്പോർട്ട് ദം. അല്ലാത്തവർ ആ ജോബ് BTechൽ തന്നെ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മെയിൻലി അവർ വരുമ്പോൾ തന്നെ ആലോചിക്കുന്ന ജോബ്സ് മാനുഫാക്ചറിങ് സെക്ടറിലാണ്, മാനുഫാക്ചറിങ് ആണ്. പിന്നെ തെർമൽ ഏരിയയിലുണ്ടാവും, തെർമൽ ആൻഡ് എയർ കണ്ടീഷനിങ്, HVAC ആ ഏരിയസിലുള്ള ജോബാണ് നോക്കുന്നത്. പിന്നെ ഉള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനത്തെ ഏരിയയിലാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഈ കോർ ഏരിയ എന്ന് പറയുന്നത് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ വൈറ്റ് കോളർ ജോബും കിട്ടിയെന്നിരിക്കും. ബിക്കോസ് ദേ ആർ ഈക്വലി, ദേ ക്യാൻ ഈവൻ ഗോ ഫോർ എ ബാങ്ക് ടെസ്റ്റ്, ക്യാൻ ഈവൻ ഗോ ഫോർ എൻ LIC, ഏതെങ്കിലും വേറെ PSC എക്സാമിനും പോവാം. അത് ഡിഗ്രി ആണല്ലോ. ഡിഗ്രി അതുകൂടാതെ ഇവർക്കൊരു കാര്യം മനസ്സിലാകും. എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് അടുത്ത് ഞാൻ പറയുന്നത്, പണ്ടത്തെ ഓപ്ഷനല്ല, യു ഹാവ് 2 ഓപ്ഷൻസ് നൗ. വൺ ഈസ്, ഞാൻ പലപ്പോഴും പേരൻസും പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും സാറേ എൻ്റെ പേരൻസ് പറഞ്ഞിട്ടാണ് ഞാനത് ജോയിൻ ചെയ്തത്, എനിക്ക് സത്യം പറഞ്ഞത് താല്പര്യമില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെ സ്റ്റുഡൻ്റ് അഭിപ്രായം പറയാറുണ്ട്. അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. നൗ ഓപ്ഷൻസ് ആർ ഓപ്പൺ. ദർ ആർ ടു തിങ്സ്. വൺ ഈസ് യു ഹാവ് ടു ഫോക്കസ്, ദാറ്റ് ഈസ് യുവർ ഫോക്കസ്. സെക്കൻഡ് തിങ് ഈസ് യുവർ പാഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ദ ഓപ്ഷൻസ് ആർ സോ ഓപ്പൺ വിത്ത് ഓൾ ദീസ് മൂക്ക് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഉണ്ട്, സ്വയം പോർട്ടലുണ്ട്, ഓപ്പൺ ലേണിംഗ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇപ്പം നിങ്ങളിതിൽ ലാൻഡ് ചെയ്തു, യു ആർ ലാൻഡഡ് ഇൻ ദിസ് കോഴ്സ്, മേ ബി ഇറ്റ് ഈസ് മെക്കാനിക്കൽ, മേ ബി ഇസ് ഇലക്ട്രിക്കൽ ഓർ എനി അതർ സബ്ജക്ട്. നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഇതിലായിരിക്കണം. ബട്ട് യു ഹാവ് എ പാഷൻ. നിങ്ങളുടെ പാഷൻ എന്താ? സി യുവർ പാഷൻ മൈറ്റ് ബി ടു ഡു കോഡിങ് ആൻഡ് ഡു കമ്പ്യൂട്ടർ സയൻസ്, അല്ലേ? അത് കളയേണ്ട ആവശ്യമില്ല, പാരലായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലവർ പറയും എൻ്റെ പാഷൻ ആക്ച്വലി മ്യൂസിക്കായിരുന്നു, അല്ലെങ്കിൽ ഡാൻസ് ആയിരുന്നു, അതായിരുന്നു, അതും പാരലായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഫെസിലിറ്റി. സോ ഡോണ്ട് ലൂസ് ഫോക്കസ്, അറ്റ് ദ സെയിം ടൈം കീപ്പ് യുവർ പാഷൻ വിത്ത് യു. ഇത് രണ്ടും ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ഗോ ഓൺ വിത്ത് യുവർ ഫോക്കസ് അലോങ് വിത്ത് യുവർ പാഷൻ. പക്ഷേ ഫോക്കസ് നഷ്ടപ്പെടരുത്. ബിക്കോസ് യു വിൽ ഫൈനലി എൻഡ് അപ്പ് വിത്തൗട്ട് എ ഡിഗ്രി, 12ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയി പോകും. അത് വേണ്ട. യു ഹാവ് ടു ഡു ദിസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം കീപ്പ് യുവർ പാഷൻ ഓൾസോ ലൈഫ്. ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യാം. പിന്നെ അതുകൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഉള്ള സ്റ്റുഡൻസിനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി സ്റ്റഡിങ് എ കോർ എഞ്ചിനീയറിംഗ്. അപ്പോൾ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതിലൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. യു ആർ പുട്ട് ത്രൂ ദ റിഗേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗ് ആയാലും മെറ്റീരിയൽ സയൻസ് ആയാലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയാലും മെക്കാനിക്സ് ആയാലും എല്ലാം ഒരു കോർ സബ്ജക്ട്സാണ്. അത് പഠിച്ച് കഴിയുമ്പോൾ യു ഗെറ്റ് എ കോൺഫിഡൻസ് ദറ്റ് യു ക്യാൻ ഡിസൈൻ. ഈ നിൽക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഡിസൈൻ സ്ട്രക്ചേഴ്സാണ്. അത് നമുക്ക് എന്തായാലും ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് റിക്വയർസ് റിഗറസ് ഡിസൈൻ. അപ്പോൾ കട്ടിങ് എ ഡിസൈൻ പഠിക്കാനുള്ള ഒരു അവസരമാണിത്. ദാറ്റ് മേക്സ് യു വെരി കോൺഫിഡൻറ്റ്. അതാണ് നമുക്ക് എന്ത് ലൈഫിൽ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും. അതാണ് ഒരു കോർ എഞ്ചിനീയറിംഗിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നു. സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്തത്, സാറിന് ഒരു അക്കാഡമിയുടെ എക്സ്പീരിയൻസും ഉണ്ട്, അതുപോലെ ഒരു ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസും ഉണ്ട്. സാറിന് ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു ആംഗിളിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ റോൾ, അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയാം? അത് ഇൻഡസ്ട്രിയുടെ ഒരു കാര്യം പറയാം. നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ എൻ്റെ റോള് ഒരു മെറ്റീരിയൽസിലും സെയിൽസിലുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവരന്ന് കണ്ടത് എൻ്റെ ഒരു ലാംഗ്വേജും ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി ഓൾസോ. അപ്പോൾ ഐ വാസ് പുട്ട് ഇൻ ചാർജ് ഓഫ് ദ റീജിയണൽ ഓഫീസ് ഇൻ മുംബൈ. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് സെക്ടറാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലില്ല. വാട്ട് ദ ഇൻഡസ്ട്രി വാണ്ട്സ് ഇസ് യു ഷുഡ് ഹാവ് സം കോർ ക്വാളിറ്റീസ്. ഇൻഡസ്ട്രി ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ തെർമൽ എഞ്ചിനീയറിംഗിൽ അതേ ഇക്വേഷൻസ് ഒന്നും അവിടെ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദീസ് കോർ ക്വാളിറ്റീസ് ദാറ്റ് ഈസ് ദെയർ ഇൻ യു will make you sufficient to perform in the industry. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അവരുടെ ഡിസൈൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബെഞ്ച് മാർക്കാണ് അവർ ഇൻഡസ്ട്രി നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാനുഫാക്ചറിങ് സെക്ടർ ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ യു മൈറ്റ് ബി പുട്ട് ഇൻ മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്. നിങ്ങൾ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലാവാം, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാവാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാവാം, വേറെ സെയിൽസിലാവാം. അപ്പോൾ അവരൊരു ഇനീഷ്യൽ നേരത്തെയൊക്കെ ഇൻഡസ്ട്രിക്കൊരു ഇതുണ്ടായിരുന്നു, ഇൻഡസ്ട്രി യൂസ് ടു ടേക്ക് ഇൻ എഞ്ചിനീയർ ട്രെയിനീസ്. ഇപ്പോൾ എഞ്ചിനീയർ ട്രെയിനീസിന് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇൻഡസ്ട്രിക്കില്ല. ദേ വാണ്ട് ഇൻഡസ്ട്രി റെഡി കാൻഡിഡേറ്റ്സ് വിത്ത് എ സ്കിൽ സെറ്റ്. അപ്പോൾ അങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത്. മറ്റേതങ്ങനെയല്ല. ട്രെയിനിങ് പീരീഡിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇടും, 3 മാസം വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ദേ അസസ് ടു വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് സ്യൂട്ടബിൾ. അങ്ങനെ ആക്കും. മറ്റേതല്ല, ഇൻഡസ്ട്രി റെഡി ആയിട്ട് ഇപ്പോൾ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ദേ അസസ് ദി കാൻഡിഡേറ്റ്സ് ഹി ഈസ് ഫിറ്റ് ഫോർ ദാറ്റ്, ഹി മൈറ്റ് ബി ഫിറ്റ് ഫോർ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവർക്ക് തോന്നുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അങ്ങനെ എടുക്കും. അതാണ് അതിൻ്റെ ഒരു. സോ ദേ ക്യാൻ എക്സ്പെക്ട് ടു ബി പുട്ട് ഇൻ എനി ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ കേപ്പബിലിറ്റി ആൻഡ് ഫ്ലെയർ ഉണ്ട്. ചില കുട്ടികൾ ഞാൻ കാണാറുണ്ട്, അവർക്ക് മിക്കവാറും ദേ ഡോണ്ട് വാണ്ട് ടു ബി ഔട്ട്സൈഡ്. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ദേ ഷുഡ് ബി റെഡി ടു മേക്ക് ദർ ഹാൻഡ്സ് ഡേർട്ടി. അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ പല വിദ്യാർത്ഥികൾ ഇന്നതിന് വില്ലിംഗ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വില്ലിംഗ് അല്ല. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഇപ്പോൾ നമ്മുടെ സോംനാഥ് സാറ് ഇപ്പോൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചന്ദ്രയാൻ പ്രോജക്റ്റൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി?
ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാണ് ഇല്ലേ, അല്ലാതെ ഒരു വൈറ്റ് കോളറായിട്ടിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെയല്ല. സോ ഓൺ ദ ജോബ് യു ഷുഡ്. സോ വൺസ് യു ക്രിയേറ്റ് സംതിങ് ആൻഡ് ഇറ്റ് ടേക്സ് ഓഫ്, പിന്നെ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഓൺ ദ ജോബ് അത് ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഇപ്പോൾ ഇഫ് യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് ദി തെർമൽ ലാബിൻ്റെ ബാക്കിൽ കുട്ടികളിരുന്ന് പല പല കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ വണ്ടികളുണ്ടാക്കുന്നു. ദേ ആർ ആക്ച്വലി ട്രൈങ് ടു മാനുഫാക്ചർ എയ്റോപ്ലെയിൻ. ഒരു അഗ്രികൾച്ചറൽ ഒരു ഓട്ടോമാറ്റിക് സീഡ് പ്ലാന്റർ ഉണ്ടാക്കുന്നു. അവരെല്ലാം രാത്രിയും പകലിരുന്ന് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുക അത് വേറൊരു സ്ഥലത്തും കിട്ടില്ല. എയർ കണ്ടീഷൻ റൂംസിൽ കമ്പ്യൂട്ടർ മാത്രം ഇരുന്ന് ചെയ്യുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫ്ലെയർ. ചില കുട്ടികൾക്ക് അതായിരിക്കും താല്പര്യം, അങ്ങനെ കുട്ടികൾ അതിലേക്ക് പോയിക്കോട്ടെ. ഇത് താല്പര്യമുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സാധനം ഫിസിക്കലായിട്ട് ഉണ്ടായിട്ട് അത് പെർഫോം ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടാമെന്ന് പറഞ്ഞാൽ അത് കുട്ടികളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇൻഡസ്ട്രി ഓൾസോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനതിൽ ഇപ്പോൾ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി ട്രെയിൻ 18 എന്നായിരുന്നു അതിൻ്റെ പേര്. അത് അവിടുത്തെ ഒരു, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, ഐ തിങ്ക് ഇറ്റ് വാസ് എ GM ഓർ എ DGM ഹു വാസ് ജസ്റ്റ് ഗോയിങ് ടു റിട്ടയർ ഇൻ 2018. അങ്ങേരൊരു താങ്ക്സ് ഗിവിങ് ഗിഫ്റ്റ് പോലെ അവരുടെ ടീം. സോ ഹി കുഡ് ഹാവ് ജസ്റ്റ് റിട്ടയർഡ് 2018, ഞാൻ റിട്ടയർ ചെയ്യുന്നു, ഇതിന് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലാന്നായിരിക്കും. പക്ഷെ ടു ക്രിയേറ്റ് ദാറ്റ്, ആ സാറ്റിസ്ഫാക്ഷൻ, ആൻഡ് നൗ യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇറ്റ്സ് എ റെവല്യൂഷൻ അല്ലേ. ആ ഒരു ഫീലിംഗ് വരുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് ഈ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ് ഒരു ഡാം ഉണ്ടാക്കി, ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാക്കി, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഒരു അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ടാക്കുന്ന. സോ ഓൾമോസ്റ്റ് ഓൾ ദി ഓട്ടോമൊബൈൽസ് ദാറ്റ് യു സീ ഓൺ ദ റോഡ്, you have a hand of a mechanical engineer. It is very important. You go to space, there you find ഇല്ലേ, എന്തിനും ഒരു ഇതുണ്ട്. Now I'll tell you one more thing. Now we have the ChatGPT, എല്ലാ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഉണ്ട്. അതിന് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. Now you know what Microsoft is facing. The biggest challenge that any company is facing is not to expand their memory. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം തെർമൽ മാനേജ്മെൻ്റ് ആണ്. ഇവർക്ക് ഈ ഒരു പർട്ടിക്കുലർ സൂപ്പർ കമ്പ്യൂട്ടറിനെ കൂൾ ചെയ്യാനുള്ള തെർമൽ മാനേജ്മെൻറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ലാക്സ് ഓഫ് ഗാലൻസ് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ്. അപ്പോൾ ആ തെർമൽ മാനേജ്മെൻറ്റ് വേറെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് പറ്റുള്ളൂ. സോ ലോട്ട് ഓഫ് തിങ്സ്, ദ സ്കൈ ഈസ് ദ ലിമിറ്റ് ആസ് ഫാർ ആസ് ദേ ആർ കൺസേൺഡ്. സാർ, ഒരു വിദ്യാർത്ഥി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്, CUSAT ആണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ് CUSATലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈലൈറ്റ്സ്? CUSATൻ്റെ ഇപ്പോൾ 7 ഡിവിഷനാണ് നമുക്കുള്ളത്. 7 ബ്രാഞ്ചസാണ്, ടു ബി വെരി ഫ്രാങ്ക്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ദി അതർ ഓൾ ബ്രാഞ്ചസ് എല്ലാം NBA അക്രഡിറ്റഡ് ബ്രാഞ്ചസ്. Tier 1 NBA അക്രഡിറ്റഡ്. Tier 1 NBA അക്രഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ NITയും CUSATും മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമാണ് അക്രഡിറ്റ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് NAC അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. യു ആർ ഇൻ ദ വാഷിംഗ്ടൺ അക്കൗണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് സീംലെസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ. ഇപ്പോൾ നമുക്ക് CUSATലൊരാൾ ഒരു ഫോറിൻ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ യു ഗെറ്റ് സീംലെസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ്, ഞാൻ ഈ ഒരു പണ്ടത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീ ഡിഗ്രി സിസ്റ്റം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയില്ല. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ലൈഫിലേക്ക് പിള്ളേർ പോകുന്നു. അവിടെ കോളേജ് ലൈഫിൽ പോയി പിള്ളേർ വേണ്ട രീതിയിലുള്ള ഒരു സ്കൂൾ ലൈഫിൽ നിന്നൊരു മാറ്റം വരുന്നു. പിന്നെ അവർ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ പോകും. ഇപ്പോൾ അങ്ങനെയല്ല. 12th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ +2 സ്കൂൾ പോലെ തന്നെ വന്നു. 12th കഴിഞ്ഞു. പിന്നെ നേരെ പോകുന്നത് ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ മേ ബി ഞാൻ പറയുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ഒന്ന് നെയിം ചെയ്യണില്ല. അവിടെയും ചിലപ്പോൾ ഈ കുട്ടികളൊരു സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു ഇതാണ്. CUSAT അങ്ങനെയല്ല. ഇയർ ഇറ്റ്സ് എ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി. ദാറ്റ് ഈസ് വൺ തിങ്. ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ പഠിക്കാനുള്ളൊരു ഇതുണ്ട്, ഒരു അന്തരീക്ഷമുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു 30 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 30 ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഒരു യൂണിവേഴ്സിറ്റിയിലൊരു കുട്ടി പഠിക്കുന്നതും ഒരു ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ കുട്ടികൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് മാത്രമല്ല, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട്, ഫോർ എക്സാമ്പിൾ സംബഡി ഈസ് ഇൻട്രസ്റ്റഡ്
ടു ഗോ ടു ദി റഡാർ സെൻറ്റർ, ടോപ്പ് ST റഡാർ സെൻറ്റർ ഉണ്ട്. അല്ലെങ്കിൽ ചിലവർക്ക് വേണമെങ്കിൽ പോളിമർ സയൻസ് ആയിരിക്കും, അതല്ല അല്ലെങ്കിൽ ഷിപ്പ് ടെക്നോളജി അല്ലെങ്കിൽ മറൈൻ, ഇതെല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് ക്യുസാറ്റിലുള്ളത്. ആ ഒരു അവസരം ഞാൻ മനസ്സിലാക്കുന്നത് ഈവൺ ഒരു NIT പോലും അങ്ങനെ ഒരു അവസരമില്ല. അപ്പോൾ ആ ഒരു അവസരം പല സ്റ്റുഡൻസും മുതലാക്കുന്നുണ്ട്. ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം. ഞങ്ങൾക്കിവിടെ ഒരു വലിയൊരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട് സിറ്റിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് വി ആർ അറൗണ്ട് 150 കമ്പനീസ് ഇൻക്യുബേറ്റിംഗ് ദെയർ. സ്റ്റുഡൻസിന് അവിടെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. രാത്രി മുഴുവൻ റിസർച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഏകദേശം 250 PhD സ്കോളേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ അവരുടെ റിസർച്ച് ഇങ്ങനെ നടക്കുന്ന അതിനെക്കുറിച്ച് ഇൻവോൾവ് ചെയ്യാൻ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇത്ര എക്സ്പോഷർ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കേരളത്തിൽ ഉണ്ടാവില്ല. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് വിച്ച് മേക്സ് ദം പ്രിപ്പയർ ഫോർ ലൈഫ്. മനസ്സിലായില്ലേ? അപ്പോൾ ചലഞ്ചസ് വരും. ദീസ് ചലഞ്ചസ് ദേ ക്യാൻ ആക്ച്വലി ഗെറ്റ് ദം പ്രിപ്പയർഡ് ഫോർ മീറ്റിംഗ് ഓൾ ദീസ് ചലഞ്ചസ്. That is one big experience. That, of course, the faculty are state of the art. Almost all the faculty have taken their PhDs from IITs, reputed IITs. Most of them have industrial experience. Very, very experienced faculty. That is a totally different. Without saying, of course, പക്ഷെ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യണം. But the facilities that are here, the state of the art facilities, and the experience of working in this or studying in this environment. With so many people, in fact, so many branches. അതൊരു വലിയൊരു ലൈഫിൽ വലിയൊരു കാര്യം തന്നെ. ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥലത്തും കിട്ടാൻ സാധ്യതയില്ല. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ചില വർഷങ്ങളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഭയങ്കര ഡിമാൻഡ്, ചില വർഷങ്ങളിൽ ഒരു ഇച്ചിരി ഡിമാൻഡ് കുറവ്, ഒരു ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് സിറ്റുവേഷനാണ് പലപ്പോഴും മെക്കാനിക്കലിൻ്റെ കാര്യത്തിൽ കാണുന്നത്. പക്ഷേ മറ്റ് സർക്യൂട്ട് ബ്രാഞ്ചസിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് സിറ്റുവേഷൻ കണ്ടിട്ടില്ല. സാർ, എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണം? ഈ ഡിമാൻഡ് ആക്ച്വലി അതിനെക്കുറിച്ച് ഒരു വളരെ രസകരമായിട്ട് കാര്യം ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ അഡ്മിഷൻ്റെ ചാർജായിരുന്നു പറഞ്ഞല്ലോ. 2014 മുതൽ 2018 വരെ ചാർജായിരുന്നു. അപ്പോൾ ഈ 2014 ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ ഒട്ടും ഡിമാൻഡില്ലായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കമ്പ്യൂട്ടർ സയൻസിൽ ഐ ഹാഡ് ടു ആക്ച്വലി പെർസ്യൂഡ് ദം ടു ടേക്ക് കമ്പ്യൂട്ടർ സയൻസ്. അന്ന് ഇലക്ട്രോണിക്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ സീറ്റ് കൊടുക്കാനില്ലാത്ത കണ്ടീഷനായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ഇറ്റ് ഷിഫ്റ്റഡ് ടു മെക്കാനിക്കൽ. 2016 കാലഘട്ടത്തിൽ പെൺകുട്ടികളടക്കം മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഒരു സീറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. റോയൽ മെക്കിൻ്റെ ഒരു അത് ആ ഒരു രീതിയിൽ ആയിരുന്നു. അപ്പോഴും ഞാനത് ചോദിക്കാറുണ്ട്. വേറെ ഒന്നും സിനാറിയോ ഒന്നും മാറിയിട്ടില്ല. അന്ന് ഇലക്ട്രോണിക്സ് ഇറ്റ് സ്റ്റാർട്ടഡ് വിനിങ്. ഇലക്ട്രോണിക്സിന് പതുക്കെ ആരും ഇല്ലാതെ കണ്ടീഷനായി. Computer science slowly took over by 2018. By the time I had left that, there was not a possibility of offering one computer science seat. അപ്പോഴേക്കും മെഷീൻ ലേണിംഗ്, all these diagrams had come up. അപ്പോൾ ആ ഡിമാൻഡ് is created by somebody else. The state of affairs is same outside. നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, നല്ല വേറെ ഏത് ബ്രാഞ്ചിലെ ഗ്രാജുവേറ്റിനും ജോബ് ഉണ്ടാവും, ഹയർ സ്റ്റഡീസും ഉണ്ടാവും, പോസിബിലിറ്റീസ് ഉണ്ടാവും. പോസിബിലിറ്റീസ് ആർ ഓൾവേസ് എക്സ്പാൻഡിങ് because we are expanding. The world require more engineers. Only thing is it is created within us. നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. But now the thing is it's a highly competitive field. ഏതായാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും മെക്കാനിക്കൽ ആയാലും സിവിൽ ആയാലും എല്ലാം കോമ്പറ്റീറ്റീവ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളടുത്തും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ബേസിക് സബ്ജക്റ്റ് ഈസ് യുവർ ബേസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ യു ഹാവ് ടു, അതിനാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ യു സ്റ്റാർട്ട് ബിൽഡിങ് യുവർ പോർട്ട്ഫോളിയോ, പ്രൊഫൈൽ ബിൽഡിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആഡ് ഓൺ കോഴ്സസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കാറ്റ് ക്യാമിൻ്റെ കോഴ്സിന് പോവുക, ഒരു NDT കോഴ്സിന് പോവുക, അല്ലെങ്കിൽ ഏതാണ് പുള്ളിക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അതിൽ ആ കോഴ്സസ് വേണം, പൈത്തൺ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിച്ച് അതിൻ്റെ കൂടെ. സോ യു ആഡ് ടു യുവർ പോർട്ട്ഫോളിയോ എനി എഞ്ചിനീയറിംഗ് ആൻഡ് മേക്ക് യുവർ സെൽഫ് ഇൻഡസ്ട്രി ഫോർ റെഡി. ദെൻ ഓൺലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടൊരു ഡിഗ്രി മാത്രം പോരാ. ഇപ്പോൾ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ഉള്ള സമയത്ത് യു ഷുഡ് മേക്ക് യുവർ സെൽഫ് ബി പ്രോമിനൻറ്റ് എമംഗ് ദി കാൻഡിഡേറ്റ്സ്. സ്കില്ല്. പിന്നെ ഇപ്പോൾ ഒരു വേറൊരു ഇതും കൂടിയുണ്ട്. ഈ സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ഞാൻ ഇതെടുത്തപ്പോൾ ഞങ്ങൾക്ക് 50% പ്ലേസ്മെൻറ്റ്. അതിൻ്റെ റീസൺ ബാക്കിയുള്ളവർ പ്ലേസ്ഡ് ആവാത്തതുകൊണ്ടല്ല, അവർ പ്ലേസ്മെൻറ്റ് പോകുന്നില്ല.
അവർക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ ദേ വോണ്ട് ടു ബിക്കം ഓൺട്രപ്രണേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ദേ വോണ്ട് ടു സ്റ്റാർട്ട് ദിയർ ഓൺ, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് ബിക്കോസ് ഫൈനാൻഷ്യലി ഇഫ് യു ഹാവ് എ ബാക്കിംഗ് ദെൻ യു ക്യാൻ ഗോ ഹെഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ഡിമാൻഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എല്ലാ എഞ്ചിനീയറിംഗ് ഡിമാൻഡ് ഉണ്ട്. ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് നൗ യു ഫൈൻഡ് ലോട്ട് ഓഫ്, അത് നാച്ചുറലി ദാറ്റ് വിൽ ബി ദെയർ. പക്ഷേ ഡിമാൻഡ് ഒന്നും കുറഞ്ഞിട്ടില്ല. ഓൺലി തിങ് ഇസ് നൗ ദേ റിക്വയർ, സിൻസ് സോ മെനി പീപ്പിൾ ആർ ദെയർ, യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് റെഡി ഫോർ ദാറ്റ്. അതായത് ജോബ് റെഡി കാൻഡിഡേറ്റ്സിനാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇന്നത്തെ ഒരു ഇൻട്രാക്ഷൻ വളരെയധികം യൂസ്ഫുൾ ആണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് ലഭിച്ചത് അതുപോലെ 3 ഫീൽഡിൽ ഒരുപോലെ കഴിവ് തെളിയിച്ച ആളെയാണ്. അഡ്മിനിസ്ട്രേഷനിലുണ്ട്, അക്കാഡമിയിലുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ആവശ്യമുള്ളത് 3 ഫീൽഡാണ്. 3 എന്ന് പറയാൻ പറ്റില്ല, 2 ഫീൽഡ്, അക്കാഡമിയുണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ സാർ ഞങ്ങൾക്ക് തന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ എക്സ്പീരിയൻസും അഡ്മിനിസ്ട്രേഷൻ എക്സ്പീരിയൻസും എല്ലാം കൂടെ ഞങ്ങളോട് പങ്കുവച്ചപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ജസ്റ്റ് ഏത് ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് എടുക്കുന്ന വിദ്യാർത്ഥിയും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ തരാനായിട്ട് സാറിന് കഴിഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.